സിംഹമോ? സിംഹത്തിന്റെ സീൻ പിന്നെയല്ലേ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് സിംഹത്തെ റെഡിയാക്കാം. അല്ലേ ചിണ്ടു? അവൻ വരുമല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും വരും സാർ. അവൻ റോൾ ഓക്കെ ചെയ്തിട്ടാ പോയത് സാർ. അവന്റെ സീൻ തുടങ്ങുന്ന സമയത്ത് അവൻ ഇവിടെ തീർച്ചയായിട്ടും എത്തും, വിഷമിക്കേണ്ട. ഓക്കെ ഓക്കെ, അവനെ വിളിക്കേണ്ടത് നിന്റെ കടമയാണ്. ഞാൻ കട്ടൺ ഓപ്പൺ ചെയ്യാൻ പോവുക. ഓൾ ദ ബെസ്റ്റ്. വീർ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നു. ഞാൻ ചാട്ട് കഴിച്ചിട്ട് വരട്ടെ പ്ലീസ്. അനങ്ങിപ്പോയത്. അടങ്ങിയിരുന്നാൽ നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ പിന്നെ നീ എന്റെ വയറ്റിലായിരിക്കും ഇരിക്കുന്നത്. ഹീറോ, ഞങ്ങളെ രക്ഷിക്ക്. മനുഷ്യൻ ഇവിടെയുള്ള കാട് മൊത്തം വെട്ടി നശിപ്പിക്കുകയാണ്. നമ്മൾ ഇനി എവിടേക്ക് പോകും? നമുക്കൊരു വീട് എവിടെയാണ് ഉണ്ടാവുക? ഷെടാ, വന്നപ്പോ തന്നെ കംപ്ലൈന്റ് തുടങ്ങിയോ നീ? ഒരുപാട് ദൂരത്തുനിന്ന് വന്നതല്ലേ, വിശന്നിരിക്കായിരിക്കും. ചെന്ന് കുറച്ച് ചാട്ട് കഴിക്ക്. മറ്റേതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവന്മാരിതെന്താ ചെയ്യുന്നേ? നാടകത്തിന് ചാട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ആരും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാൻ ചെന്ന് മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ പറയുന്നത് അവർ സമ്മതിക്കും. അവർ ഒരിക്കലും കാട് വെട്ടി നശിപ്പിക്കില്ല. ഈ സന്തോഷ വാർത്ത കേട്ടോണ്ട് നമുക്കൊരു പ്ലേറ്റ് ചാട്ട് കഴിക്കാം. മൃഗങ്ങളെല്ലാം ചാട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ചാറ്റ് കഴിക്കുന്ന നാടകം താൻ എന്തിനാ ഉണ്ടാക്കിയത്? ആനിമൽസ് ആരെങ്കിലും ചാറ്റ് കഴിക്കുള്ളൂ. എല്ലാരും നമ്മളെ കളിയാക്കി ചിരിക്കുക. സർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും സർ. പ്ലേയില് ചാട്ടിന്റെ ഒരു സീനും ആഡ് ചെയ്തിട്ടില്ല. കൂട്ടുകാരെ, ആഹാരവും സ്നാക്സ് ഒക്കെ കഴിച്ചത് മതിയാക്ക്. ഇനി നമ്മൾ ഒറിജിനൽ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചാലോ? നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഞാൻ ചെന്ന മനുഷ്യരോട് സംസാരിച്ചു നോക്കട്ടെ. അവരിപ്പോ വന്നുകൊണ്ടിരിക്കുവായിരിക്കും. നിങ്ങൾ പോയി മറിഞ്ഞിരുന്ന് നോക്ക്. ഞാൻ സിഗ്നൽ തരുമ്പോൾ നിങ്ങൾ എല്ലാരും പുറത്തു വന്നാ മതി. കൊള്ളാം കൊള്ളാം, താങ്ക് യു ഹീറോ. ഈ ക്യാപ്പിൽ നമുക്കെല്ലാവർക്കും ഓരോ പ്ലേറ്റ് ചാട്ട് വെച്ചേക്കാം. പതുങ്ങിയിരിക്കുമ്പോ കഴിച്ചോണ്ടിരിക്കാം. എടാ തടിയം ഗോറില്ല, മതിയാക്ക് നിന്റെ തമാശയും ചാട്ടും. അയ്യോ അയ്യോ, ഓടിക്കോ. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? നിനക്കെന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അതെ എമിലി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിഗ്ഗി ബാങ്ക് ഭയങ്കര തന്ത്രക്കാരനാണ്. വീർ, ഇന്നാ കയറ്. അവനെ പിടിച്ച് കെട്ടിവെക്ക്. ഞാൻ പോയി ചിണ്ടുനെ വിളിച്ചോണ്ട് വരാം. ആരെങ്കിലും രക്ഷിക്കണേ. എന്ത് കളിയാ ഇതൊക്കെ? എല്ലാ ജ്വല്ലറികളും മറന്നു പോകുന്നു. ബാങ്ക് എല്ലാം വിഴുങ്ങി. വീർ, നമ്മൾ അവന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് വേണം അവനെ ട്രാപ്പ് ചെയ്യാൻ. അവനെ മാജിക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അവനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. കാരണം അവന്റെ വയറ്റിന്റെ അകത്ത് ഒരുപാട് പേരുടെ കാശും ആഭരണവും ഉണ്ട്. പക്ഷെ അവന്റെ വീക്ക്നെസ് എന്താന്ന് മനസ്സിലാകുന്നില്ല. പിഗിന്റെ വീക്ക്നെസ് ചെളിയാണ്. അവനെ ഏതെങ്കിലും ചെളിയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അവനെ ട്രാപ്പ് ചെയ്ത് കെട്ടിക്കൊണ്ടുവരാം. വെരി ഗുഡ് ഐഡിയ എമിലി. ഞാൻ ഇതേ റോഡിന്റെ എൻഡില് ചെളി റെഡിയാക്കി വെക്കാം. നീ പതുക്കെ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക്. പക്ഷെ നീ അവനെ എങ്ങനെ കൊണ്ടുവരും? സോറി അങ്കിൾ, മൈൻഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ആഭരണങ്ങളെല്ലാം ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് തരാം. ഓക്കേ വീർ, നീ ചെല്ല്. ഞാൻ അവനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാം. ഇമിലി, സൂക്ഷിക്കണം. എടാ പിഗ്ഗി ബാങ്കേ, നിനക്ക് ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ? ദാ പിടിച്ചോ.
വീർ, നീ സമ്മതിക്കാണെങ്കിൽ ഞാൻ എന്റെ അപ്പൂപ്പന്റെ അടുത്ത് പോയി ക്രിസ്മസ് വിഷ് പറഞ്ഞിട്ട് വരട്ടെ. നിന്റെ ജിൻലാൻഡിലും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എന്നാ ചിണ്ടു നീ ചെല്ല്, ചെന്ന് അപ്പൂപ്പനെ വിഷ് ചെയ്തിട്ട് വാ. താങ്ക് യു. അകിടം പകിടം മാലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള റൂഫ് ടോപ്പിൽ നിൽക്കുക. ഇന്ന് സാന്റാക്ലോസ് പറന്നു വരുന്നതായിരിക്കും. പിന്നെ കുട്ടികളായ നിങ്ങൾക്കെല്ലാവർക്കും ഗിഫ്റ്റ് നൽകുകയും ചെയ്യും. അതുകൊണ്ട് മറക്കരുത്, നിങ്ങൾ എല്ലാവരും ടെറസിൽ പോയി വെയിറ്റ് ചെയ്യുക. ചേടാ, ഇങ്ങനെയൊക്കെ എങ്ങനെയാ സംഭവിക്കുക? ഇതുപോലൊരു സംഭവം ഞാനിതുവരെ കേട്ടിട്ടേ ഇല്ല. ഇനി നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടിന്റെ റൂഫ് ടോപ്പിൽ ചെന്ന് നിൽക്കാം. സാന്റാക്ലോസ് പറന്നിങ്ങെത്തും. നമുക്ക് എല്ലാവർക്കും ഗിഫ്റ്റും കൊണ്ടുവരും. അതെ അതെ, വാ പോകാം. നമുക്ക് ചെന്ന് നോക്കിട്ട് വരാം. അദ്ദേഹം എങ്ങനെയാ വരുന്നത്, നമുക്ക് എങ്ങനെ ഗിഫ്റ്റ് വരുന്നേന്ന് നോക്കണ്ടേ? ഇന്ന് രാത്രി നല്ല രസമായിരിക്കും. സാന്റാക്ലോസ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് തരും. അത് ശരി, ഇത് മാഡ് മാക്സിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? സാന്താക്ലോസിന്റെ വേഷത്തിൽ ടിംബക്ടു നയിച്ചിരിക്കുവാണ് അവൻ. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ എമിലിയെ പിടിച്ചോണ്ട് പോകാൻ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നേ. ഓഹോ, അത് ശരി, ഇത് നീയാണല്ലേ? മര്യാദയ്ക്ക് താഴെ ഇറക്കി വിട്ടേക്ക്, അല്ലെങ്കിൽ വീറിനെ വെറുതെ വിടില്ല. അതെ എമിലി, ഞാനിന്ന് വീറിനെ വെറുതെ വിടില്ല. വിങ് സ്യൂട്ട് ഓൺ. വീർ, ഞാൻ നിനക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞാനിതാ നേരിട്ട് വരികയാണ് വീർ. നിനക്കും നിന്റെ കൂട്ടുകാരിക്കും മെറി ക്രിസ്മസ്. ആ മാഡ് മാക്സിനെ നമ്മൾ വെറുതെ വിടരുത്. ഞാൻ എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. സോറി, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ആൾക്കാരായിരിക്കുമെന്ന്. ചിൽബുൾ, നീ വേഗം വാ, നമുക്ക് വീറിനെ രക്ഷിക്കണം. ഈ കേക്ക് ഒരെണ്ണം അങ്ങ് തിന്നേക്കാം. താങ്ക് യു എമിലി. താങ്ക് യു ചുൾബുൾ. ഇനി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കാം.